ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഓഫ് മൈ ലൈഫ്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കുമാണ്. അതേസമയം ക്ലൈമറ്റും നല്ല ക്ലൗഡിയാണ് കേട്ടോ. ഇങ്ങനെ അടഞ്ഞ് കെട്ടിയിരിക്കുകയാണ്, മൂടി കെട്ടിയിരിക്കുകയാണ്. രാവിലെ തൊട്ട് നല്ല ഡള്ളാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. രാവിലെ മടിച്ചിരിക്കുകയാണ്, പോകണമല്ലോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സും വർക്ക്ഷോപ്പും ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ തിരിച്ച് പോവുകയാണ്. വീട്ടിലേക്കല്ല, വർക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് വാൾമാർട്ടിലേക്ക് പോകാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ഫേമസ് കോളേജാണ് കേട്ടോ. നമുക്കിവിടെ കിങ്സ്റ്റണിൽ മെയിനായിട്ട് ഒരു കോളേജും ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത്. അതിലൊന്ന് ക്വീൻസ് യൂണിവേഴ്സിറ്റി. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് സെൻറ്റ് ലോറൻസ് കോളേജാണ്, കിങ്സ്റ്റണിലുള്ള ക്യാമ്പസാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കയറിയെന്ന് വെച്ചാൽ നമുക്കിവിടെയാണ് സെൻറ്റ് ലോറൻസ് കോളേജിൻ്റെ ട്രാൻസ്ഫർ പോയിൻ്റ് ഉണ്ട്, ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണം എനിക്ക് വാൾമാർട്ടിലേക്ക് നെക്സ്റ്റ് ബസ് ക്യാച്ച് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു 15 to 20 minutes ഗ്യാപ്പുണ്ട് ബസ് വരാൻ വേണ്ടിയിട്ട്. ആ ടൈം കൊണ്ട് ചെറുതായിട്ടൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഓൾറെഡി ക്ലൈമറ്റും നല്ല ഡള്ളായതുകൊണ്ട് തന്നെ നമുക്കൊരു സുഖമില്ല ഇന്നത്തെ ദിവസം. നമുക്ക് പൊതുവേ ഇവിടെ ഒന്ന് ഡള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യും. കുറച്ച് നമ്മളും ഡൗൺ ആവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് വർക്കിന് പോവല്ലേ, അപ്പം കോഫിയൊക്കെ കുടിച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് പോവാം എന്ന് കരുതി. ഇവിടുത്തെ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു പ്രധാന സ്പോട്ടാണ് ഈ കാണുന്ന ടിം ഹോട്ടൻസിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസസ് ആണ് കേട്ടോ, ഫുഡിനൊക്കെ കോഫിക്കൊക്കെ ആണെങ്കിലും. പിന്നെ ഇതിപ്പം ഇവിടെ അടുത്ത ബസ് വന്നു. ഞാൻ അവിടെ നിന്ന് കോഫിയൊക്കെ വാങ്ങിച്ചു വന്നു, അപ്പോഴത്തേക്കും ബസ് വന്നു. ഇവിടെ നിന്ന് ഇനി കയറി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാൾമാർട്ടിലേക്കാണ്. ഇതിപ്പോൾ നമ്മളുടെ കാട്രാക്കി സെൻറ്റർ ട്രാൻസ്ഫർ പോയിൻറ്റിൽ എത്തി. ഇവിടെ നിന്ന് നെക്സ്റ്റ് ബസ് ഇപ്പോൾ ഉണ്ട്. ആക്ച്വലി ബസ്സസ് എല്ലാം ഡിലേയ്ഡാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉള്ളതുകൊണ്ട് ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് അത് കുറച്ച് പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ടൈമിൽ വർക്കിനെത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം യൂഷ്വലി നമ്മൾ അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് മാത്രമാണ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചാണ് ഷെഡ്യൂളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം അനുസരിച്ച് നമ്മൾ നേരത്തെ ഇറങ്ങി കറക്റ്റ് ടൈമിൽ വർക്കിനെത്തും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് 2 o'clock ആയി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു വാൾമാർട്ടിലേക്ക്. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. അതിൻ്റെ വിഷമത്തിലാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവരോട് പറയണം ലേറ്റായതിൻ്റെ റീസൺ പറയണം. അങ്ങനെ വാൾമാർട്ട് എത്തി കേട്ടോ. വർക്കിൽ കയറാൻ പോവാണ്. എനിക്കിന്ന് ക്ലോസിങ് ഷിഫ്റ്റാണ്. ഞാൻ കുറേ നാളായി ക്ലോസിങ് ഷിഫ്റ്റ് എടുത്തിട്ട്. 3 to 10 ആണ് ഇവിടുത്തെ ക്ലോസിങ്. 10 o'clock ആണ് രാത്രി. അപ്പോൾ ഭയങ്കര കാറ്റും ഭയങ്കര മൂടിയായിട്ടുള്ളൊരു ഭയങ്കര ഡൾ കാലാവസ്ഥയാണ് ഇന്ന്.
അതുമാത്രമല്ല ഓടടാ ഓട്ടമായിരുന്നു. ആക്ച്വലി ലേറ്റാണ്, കാരണം നമുക്ക് കോളേജിൽ ക്ലാസ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഇനിയിപ്പം പോട്ടെ. നല്ല നല്ല ധൃതിയായിപ്പോൾ ഇന്നത്തെ ദിവസം കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു വെപ്രാളം പിടിച്ച ദിവസമായിരുന്നു. രാവിലെ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പാണെങ്കിൽ നമുക്ക് മാൻഡേറ്ററി ആണ്. അത് കഴിഞ്ഞ് പിന്നെ ജോലി, ഇനിയിപ്പോൾ ക്ലോസിങ്. അപ്പോൾ നമുക്ക് രാത്രി കാണാം. ടാറ്റാ. ഇതിടയ്ക്ക് എനിക്ക് ബ്രേക്ക് കിട്ടിയായിരുന്നു. നമുക്ക് 6 hour ഷിഫ്റ്റിന് നമുക്ക് 3 ബ്രേക്ക് ഉണ്ട്, 2 15 മിനിറ്റ്സും ഒരു 1 hour. അപ്പോൾ ആ ടൈമിൽ ഞാൻ കോഫി കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മെക്ഡിയിലോട്ട് വന്നതാണ്. ഫൈനലി 10 മണിയായി. വാൾമാർട്ട് ഒഫീഷ്യലി ക്ലോസ്ഡ് ആണ്. പിന്നെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സ് എല്ലാം പോയി, അകത്താരും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഈ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തണുത്ത് വിറച്ച് ഹുഡീസൊക്കെ എല്ലാവരും ഇട്ട് കഥയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര കാറ്റാട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര കാറ്റാണ്. വർക്കിൽ എല്ലാവരും ഉണ്ട് ഒരുമിച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഫോള് തുടങ്ങിയ കാര്യവും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പേടിയും തോന്നില്ല. പിന്നെ ഇവിടെ പേടിക്കാനും മാത്രം അങ്ങനത്തെ ഭയങ്കര പേടിക്കാനൊന്നുമില്ല, കാരണം എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ബസ് ഇതാ വരുന്നു. ഇതിപ്പോൾ രാത്രി എനിക്കിനി അവിടെ ചെന്നിട്ടുള്ള നെക്സ്റ്റ് ബസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ആ ഒരു അങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാനാണ് അൾട്ടിമേറ്റ് എയിം, കാരണം അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ബസ്സില്ല. സമയം ഇപ്പോൾ 10:56, 11 മണിയാവുന്നു കേട്ടോ. ഞാനിവിടെ ഡൗൺ ടൗൺ ട്രാൻസ്ഫർ പോയിന്റിലെത്തി. അങ്ങനെ ഫൈനലി അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഞാൻ വാൾമാർട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കാറ്ററാക്കി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ എനിക്ക് അടുത്ത ബസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അവിടെ നിന്ന് കണക്ഷനായിട്ട് ഈ ബസ് കണക്ട് ചെയ്ത് ഈ ബസ് കിട്ടിയാൽ മാത്രമേ, ഇതിൽ കയറിയാൽ മാത്രമേ എനിക്ക് അടുത്ത ബസ് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. ഇതിവിടുത്തെ ലാസ്റ്റ് ബസ്സാണ്. സമയം ഇപ്പോൾ 11 മണിയായി. 11:15 ഇവിടുന്ന് ബസ്. അയ്യോ, ഇന്നത്തെ ദിവസം ഞാൻ കുറേ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. പതുക്കെ സാവകാശം ഇൻട്രോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോയതാണ്. പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അത്രയ്ക്കൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു ഇന്ന്. നമുക്ക് രാവിലെ ക്ലാസ്, ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് ഒറ്റൊരു ഓട്ടമായിരുന്നു. കാരണം ജോലിക്ക് 2 മണിക്കാണ് വർക്ക്ഷോപ്പ് കഴിഞ്ഞത്. വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം 3 മണിക്ക് ഷിഫ്റ്റാണ്. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് നമ്മൾ വാൾമാർട്ടിൽ എത്തുമ്പോഴത്തേക്കും ഒരു 3 മണിയാവും. കറക്റ്റ് 1 hour അല്ലെങ്കിൽ ഒരു 45 minutes to 1 hour എടുക്കും. അതാണ് ഈ ബസ്സിൻ്റെ പ്രശ്നം. പിന്നെ ഈ ബസ് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഡിലേ ആവുകയും ചെയ്യുന്നു ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാൾമാർട്ടിൽ കയറി. രാത്രി 10 മണി വരെ ക്ലോസിങ് ഷിഫ്റ്റ് ആയിരുന്നു വാൾമാർട്ടിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡൗൺ ടൗൺ ട്രാൻസ്ഫർ പോയിന്റിൽ നിൽക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ബസ്. അപ്പോൾ ഇപ്പോൾ ബസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ ബസ് തിരിച്ചു വരണം, അപ്പോഴായിരിക്കും. അതിനിപ്പോൾ 11:15. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണോ നമ്മൾ മൾട്ടി ടാസ്കിങ്ങിൻ്റെ അറ്റ് ഇറ്റ്സ് ലെവൽ ബെസ്റ്റാണ്. അതായത് അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. കാരണം എന്തൊക്കെയോ സംഭവിക്കുന്നു. അതായത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. പിന്നെ നമ്മൾ പതുക്കെ റിവൈൻഡ് അടിച്ച് നോക്കുമ്പോഴാണ് ഇന്ന് എന്തൊക്കെ, സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചെടുക്കണം. കാരണം എല്ലാം ഡിഫറെൻറ്റ് കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞിട്ട് വർക്കും ബാലൻസ് ചെയ്ത് പിന്നെ ഇനി നമുക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻസ്ട്രക്ടേഴ്സ് കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് അസൈൻമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി, ഗ്രേഡഡ് ആണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതായാലും ഇപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിഷൻ ഡേറ്റ് ഒക്കെ ആവുന്ന ടൈമിലാണ് ഈ
വർക്ക് ഒക്കെ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കുഴഞ്ഞു പോകും. കാരണം അടുത്ത ദിവസം ചെന്നിരുന്ന് നമ്മളിനി അസൈൻമെൻറ്റ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ എന്തോരം കഷ്ടപ്പാടുകൾ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഭാഗ്യത്തിന് നാളത്തേക്ക് വർക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു പോളിസി, ഇപ്പോൾ ഓരോ ഇൻസ്ട്രക്ടറിന് നമുക്ക് കിട്ടുന്നതനുസരിച്ചും ഇരിക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ കോഴ്സിൻ്റെ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ദ ക്ലാസ് യു വിൽ ഹാവ് വർക്ക്, യു വിൽ ഹാവ് ഫാമിലി, യു വിൽ ഹാവ് അതർ തിങ്സ് ടു ഡു. സോ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ വെച്ച് തന്നെ വർക്ക് നമുക്ക് ചെയ്ത് തീർത്ത് തന്നെ മാക്സിമം പോവാം. അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻസ്ട്രക്ടേഴ്സും കൂടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തലകുത്തി മറിഞ്ഞിരുന്ന് പഠിക്കുക അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഇന്നത്തെ വർക്ക്ഷോപ്പ് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്തിനായിരുന്നു ഈ വർക്ക്ഷോപ്പ് എന്ന്. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും ലിബറലാണ് ഇവിടെ. ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. എക്സാം ഓറിയൻറ്റഡ് ലേണിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഗ്രേഡ് ഓറിയൻറ്റഡ് ലേണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഉണ്ട്, പക്ഷെ അത് അസൈൻമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ എക്സാംസ് ഉള്ളതൊക്കെ ചില കോഴ്സുകൾക്ക് അങ്ങനത്തെ എക്സാംസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ യുദ്ധം ഇങ്ങനെ കഴിഞ്ഞു. ഇതിപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരിപ്പം 11 മണി, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്താ പറയുക 8:30 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഇല്ലല്ലോ, നമുക്കൊരു ഫിക്സഡ് ഷെഡ്യൂൾ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി എന്തായാലും ഞാൻ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചു. നമ്മളെന്തായാലും അവേഴ്സൊക്കെ അറിയാവുന്നതുകൊണ്ട്, എപ്പോഴൊക്കെയാണ് ഷിഫ്റ്റ് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് നമ്മളതനുസരിച്ച് പ്ലാൻ ചെയ്ത് വെക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുക്കിംഗ് എന്നുള്ളൊരു സ്ട്രെസ്സ്, ചെന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു സ്ട്രെസ് ഇനിയില്ല. കറിയൊക്കെ ഇരിപ്പുണ്ട്, ദോശയോ അങ്ങനെ എന്തെങ്കിലും, ദോശയോ ഇഡ്ഡലിയോ. പക്ഷെ എന്നാലും നമ്മൾ ഇവിടുന്ന് ചെന്ന് നമ്മൾ കുഴഞ്ഞു പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നമ്മൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ മാറി തിരിഞ്ഞ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു സ്ട്രെസ്സ് തോന്നും ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ഷെഡ്യൂൾ, ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം നാളെ ഇനി ക്ലാസ് ഉണ്ട്. 11:30 ആവും ഞാൻ വീടെത്താൻ. 11:30 വീടെത്തി പിന്നെ ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ കഴിച്ച് ശീലം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മിഡ് നൈറ്റ് ആണെങ്കിൽ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടേ നമുക്ക് കിടക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇന്ന് 12 മാക്സിമം ആവുമായിരിക്കും. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ക്ലാസ്. നാളെ ഷിഫ്റ്റ് ഇല്ല എന്തായാലും. ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ ഈ ആഴ്ച. അപ്പം അത്രയും റിലാക്സേഷൻ. ക്ലാസ് ഉച്ചവരെ ആയിരിക്കും. എന്നാലും നമ്മളത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ വീണ്ടും ക്ലാസ്സിന് പോകുന്നു. ഇങ്ങനെ ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ മാറിയല്ല, സെയിം ഇങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വേറെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള ആക്ടിവിറ്റീസും ഒന്നുമില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ. അപ്പം ഞാൻ എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ് വരാറായി. അങ്ങനെ വീടെത്തി കേട്ടോ. വീടെത്തി, ഒന്നും പറയണ്ട, സമയം 11:30 കഴിഞ്ഞു. എല്ലാവരും കിടന്നു. ഇവിടെ ഭയങ്കര സൈലൻസ് ഓണാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ നല്ല കാറ്റും മഴയും പെയ്തിട്ടുണ്ട്. കാറ്റും ഉണ്ട്, തണുപ്പും ഉണ്ട് കേട്ടോ. ഫോൾ ഒഫീഷ്യലി സ്റ്റാർട്ടായി. ഇപ്പം നേരത്തെ ഇരുട്ടുന്നുമുണ്ട്. നമുക്ക് നേരത്തെയൊക്കെ 9:30 ഇരുട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് ഒരു 6:50 വരെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സൺസെറ്റ് കാണിച്ചത് 6:57 ആണ്. അപ്പോൾ അതാ ഒരു മനുഷ്യരില്ല. രാത്രി 11:30 മണിക്ക് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ രാവിലെ തൊട്ടൊരു ഡൾ ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി പോയി ഫ്രഷായി കഴിച്ച് കിടക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വ്ളോഗുമായിട്ട് കാണുന്നവരെ ടാറ്റാ.